പി.വി. അൻവർ എം.എൽ.എക്കെതിരെ നിലമ്പൂരിൽ CPM-ന്റെ പ്രതിഷേധം കൂടി ഉണ്ടായിരിക്കുന്നു. നിലമ്പൂർ ഏരിയ കമ്മിറ്റിയാണ് നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വളരെ ശക്തമായ പ്രതിഷേധം. ആരോപണവിധേയനായ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് പി.വി. അൻവർ എം.എൽ.എ എത്തിയിട്ടുണ്ട്. പ്രതികരണം ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോ മഞ്ചേരി റോട്ടിലും കൂടി കാണുവാണെങ്കിൽ കാണണോ? നിങ്ങൾ ഇഷ്ടമാണ് ഈ ചെയ്തിരുന്ന ഒരു തട്ടാനായ വ്യക്തിയുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. കോടികൾ വില മതിക്കുന്നത്. ഇനി ഇതേപോലെ ഇതിന് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമുണ്ട്. ടൗണിൻ്റെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കുറുപ്പത്ത് ഒരു 25 തൊട്ട് 30 സെൻറ്റ് സ്ഥലം വരെ 30-35 ലക്ഷം റുപ്യ സെൻറ്റിന് വിലയാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഈ കൊണ്ടോട്ടി പരിസരത്ത് 10 കോടിയിലധികം രൂപയുടെ ആസ്തി, ഏകദേശം 12-13 കോടി രൂപയുടെ ആസ്തി ഈ 2-3 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ ADP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടാൻ്റെ മകളും മരുമകനാണ് ദുബായിൽ ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ഈ വീട് ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ചെറിയ വീടാണല്ലോ, നിങ്ങൾ നോക്കൂ, കണ്ടിട്ടേ ഇല്ല. സാധാരണ ഒരു പാവപ്പെട്ട ഒരു അപ്രൈസർ എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കുക, എത്രയിലും ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പി.വി. അൻവർ കള്ളക്കടത്തുകാരുടെ ഏജൻ്റാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വർണ്ണം ഒരുക്കി ഓടക്കുഴലിൽ ഊതിയിട്ട് നമ്മളെ ഉമിയൊക്കെ ഇട്ടിട്ട് സ്വർണ്ണം ഒരുക്കുന്നതിന് ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാറില്ല. അതാണ് തട്ടാമ്പണി എന്ന് പറയുന്നത്. ഇപ്പം മറ്റു സാധനമൊക്കെ ആയി കറണ്ടിൻ്റെ. ആ പണി ചെയ്തവൻ്റെ സൗധമാണിത്. ഇതുപോലെ മറ്റൊരു സൗധം അപ്പുറത്തുണ്ടാക്കണം. നൗഷാദ് പോലീസ് ഇയാൾക്കാണോ ഒരുക്കാൻ വേണ്ടി കൊടുക്കുന്നത്? കസ്റ്റംസിന് കൈമാറേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അത് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താണ്? നിങ്ങൾ ഈ നാട്ടുകാരും ഈ പത്രക്കാരൊക്കെ അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എങ്ങനെയാ ഒരുക്കുന്നത്, എന്താ ഒരുക്കുന്നത് പറഞ്ഞല്ലേ. നിങ്ങൾ അന്വേഷിക്കുക. കൊണ്ടോട്ടി അങ്ങി ഇയാൾക്ക് മാത്രമല്ല, കൊണ്ടോട്ടി അങ്ങാടിയിൽ കുറേ സേട്ടുമാരുണ്ട് സ്വർണ്ണം ഒരുക്കുന്നത്. അവരെത്ര സ്വർണ്ണം ഇറക്കിയിരുന്നത് പോയി നോട്ടെ. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ, ഒരു തട്ടാൻ്റെ അടുത്തൊന്നുമല്ല. ഇയാൾ ഔദ്യോഗിക തട്ടാനാണ്, അപ്രൈസറാണ്. അനൗദ്യോഗികമായിട്ട് എത്ര തട്ടാന്മാർ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള സ്വർണം ഉരുക്കി വിൽക്കുന്നവർ ഈ കൊണ്ടോട്ടി അങ്ങാടിയിലുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഈ സ്വർണം. ഇത് അന്വേഷിക്കാൻ ഞാൻ പിന്നെ എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ഒരു വ്യവസ്ഥ ഉണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് വ്യവസ്ഥ ഇല്ല എന്നുള്ള ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വ്യവസ്ഥയില്ല, ഒരു നിയമവും ഇല്ല, ഒരു കേസും അന്വേഷിക്കില്ല. അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ ബാക്കി പത്രമാണിത്. പാവപ്പെട്ട തട്ടാനെന്ന് പറഞ്ഞാൽ ആ തട്ടാന്റെ വീടാണിത്. നിങ്ങൾ നാട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ. ഒരുപാട് വർഷത്തെ ബന്ധമൊന്നുമില്ല. ഈ സുജിത് ദാസ് വന്നതിന് ശേഷമുള്ള ബന്ധമാണ്. ഈ ദുബായിൽ ഒരു ആരോപണം പറഞ്ഞല്ലോ, ദുബായിൽ എന്താണ്? ഇനിയിപ്പോ ദുബായിക്ക് നിങ്ങളെ കൊണ്ടുപോകണതിന് അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ ട്രിപ്പ് ഉണ്ടാവും ദുബായിക്ക്. കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ കെട്ടിട സൗധങ്ങൾ അത് 2-3 ദിവസം കൂടെ വിവരം കിട്ടും. 3-4 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ മകനാണ്, ഈ തൊട്ടാൻ്റെ മകനാണ് കൈകാര്യം ചെയ്യുന്നത്. ഫോണൊന്നും എടുക്കുന്നില്ല. നമ്മളത് തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. മെയിൻ സാധനം കാണിച്ചിട്ടുണ്ട്. മെയിൻ സാധനങ്ങൾ വേറെ കിടക്കുകയാണ്. അത് ഒന്നിടം നോക്കാം നമുക്ക്. വളരെ ചെറിയ കടയിൽ ഉമിയിട്ട് എന്താ പറയുക, ആ ചട്ടിയിൽ ഊതി സ്വർണം ഉരുക്കിയിരുന്ന ആ പാവപ്പെട്ട തട്ടാൻ്റെ 2-3 കൊല്ലത്തെ ചെറിയ സമ്പാദ്യം. ഇതാണ് നീതിപൂർവമായ അന്വേഷണം. മനസ്സിലായില്ലേ? അപ്പോൾ ജനങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അല്ല, പുള്ളി അല്ലാതെ ഒരിക്കൽ കഷ്ടം വെട്ടി കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചി വെട്ടുകാരില്ലേ? അങ്ങനെ പി.വി. അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെ സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുക്കുന്ന സ്വർണ്ണ രൂപമാറ്റം വരുത്തുന്നത് ഈ അപ്രൈസർ ഉണ്ണിയാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അൻവർ. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അൻവർ എത്തി മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്.